ഒരു ഹബ് മോട്ടറിന്റെ ഹോൾ സെൻസർ എങ്ങനെയാണ് ഇ വി ടെസ്റ്റർ വെച്ച് ചെക്ക് ചെയ്യാൻ നോക്കാം. ഇ വി ടെസ്റ്ററിൽ മോട്ടോർ ഹോൾ ലൈൻസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിന് താഴെ ഒരു 5 വയറുകൾ കാണാൻ പറ്റും. ബ്ലാക്ക്, റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ. ഇതേ സെയിം വയർ തന്നെ ആയിരിക്കും മോട്ടറിന്റെ ഹോൾ സെൻസറിൽ നിന്ന് വരുന്ന വയറും അതേ കളർ തന്നെ ആയിരിക്കും. അപ്പൊ ആ കളർ അനുസരിച്ച് ഇ വി ടെസ്റ്ററിൽ കണക്ട് ചെയ്യാം. ബ്ലാക്കിന് ബ്ലാക്ക്, റെഡിന് റെഡ്, ആ രീതിയിൽ എല്ലാ വയറും കണക്ട് ചെയ്യാം. അതിനുശേഷം ഇ വി ടെസ്റ്റർ ഓൺ ആക്കുക. അപ്പോൾ അതിന്റെ പവർ ഇൻഡിക്കേഷൻ ഓൺ ആയിട്ടുണ്ട്. വേറെ സെൻസറിന്റെ ഒരു 2 LED കൂടെ ഓൺ ആയിട്ടുണ്ട്. സെൻസറിന് 3 LED ആണ് വരിക. ഈ 3 LED ആണ് സെൻസറിന്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 3 LED ബ്ലിങ്ക് ആവണം. മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 3 LED ഇതുപോലെ ബ്ലിങ്ക് ആവുന്നുണ്ടെങ്കിൽ സെൻസർ വർക്കിംഗ് ആണ്, സെൻസർ ഓക്കെ ആണ്. അല്ലെങ്കിൽ 1-2 LED കത്തി നിൽക്കുക അല്ലെങ്കിൽ തീരെ കത്താതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ സെൻസർ കംപ്ലൈന്റ് ആണ്. ഇനി മോട്ടറിന്റെ കോയിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് മോട്ടോർ ഫേസ് ലൈൻസ് എന്ന് എഴുതിയിട്ടുള്ള 3 വയറുകൾ കാണാൻ പറ്റും. യെല്ലോ, ഗ്രീന്, ബ്ലൂ. ഈ 3 വയർ മോട്ടോറിന്റെ കോയിൽ വയറിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ഇതാണ് മോട്ടറിന്റെ കോയിലിന്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്ന LED. മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 3 LED ബ്ലിങ്ക് ചെയ്യണം. വളരെ ചെറിയ രീതിയിൽ ബ്ലിങ്ക് ചെയ്യുള്ളൂ. കുറച്ച് സ്പീഡിൽ കറക്കുമ്പോഴേ അത് ബ്ലിങ്ക് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അതുപോലെ 3 LED ബ്ലിങ്ക് ആവുന്നുണ്ടെങ്കിൽ കോയിൽ ഓക്കെയാണ്. ഇല്ലെങ്കിൽ കോയിൽ കംപ്ലൈന്റ് ആയിരിക്കും. അപ്പൊ അത് റീവൈൻഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടി വരും. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു മോട്ടറിന്റെ ബോഡിയിൽ ഷോർട്ടോ അല്ലെങ്കിൽ ലീക്കേജോ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതിന് മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡ് കിട്ടിയതിന് ശേഷം ഒരു പ്രോബ് ഏതെങ്കിലും ഒരു കോയിൽ വയറിൽ കണക്ട് ചെയ്യുക. ഒരു പ്രോബ് മോട്ടറിന്റെ ബോൾട്ടിലോ അല്ലെങ്കിൽ ഷാഫ്റ്റിലോ കണക്ട് ചെയ്ത് നോക്കുക. ആ സമയത്ത് മൾട്ടിമീറ്ററിൽ ഒരു റെസിസ്റ്റൻസ് വാല്യൂ കാണിക്കുന്നുണ്ടെങ്കിൽ കോയിൽ ലീക്കേജ് ഉണ്ട്, കോയിൽ ബോഡിയുമായിട്ട് അവിടെ ടച്ച് ഉണ്ട്, കോയിൽ കംപ്ലൈന്റ് ആണ്. ആ സമയത്ത് മോട്ടർ റീവൈൻഡ് ചെയ്യേണ്ടി വരും.